ബീഫ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് ബീഫിനെ നമ്മൾ മസാലയൊക്കെ തിരുമ്മി വയ്ക്കാൻ വേണ്ടിയിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കണേ കാണും. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം തിരുമ്മിയുടെ മാറിയിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ബീഫ് അടപ്പത്ത് വെച്ച് ബീഫ് വെന്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് വെള്ളമുണ്ട്, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതോടൊപ്പം തന്നെ നമ്മൾ ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കാനായിട്ട് അത് വേവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ലാന്നേ. ആ എപ്പോഴും മോളി കയറിക്കണം. ഞാൻ വെളിച്ചെണ്ണ കാരണം എടുത്തോ അപ്പം മോളി ഒരു പണി ഞാൻ സമ്മതിക്കില്ല. ഞാനിട്ടോണ്ടിരിക്കും. തമ്പു തയ്യങ്ങി എന്നതാ അവിടെ ചെയ്യണമെന്നുള്ള കാര്യം കൊച്ചിന് കാണണം. കറക്റ്റായിട്ട് താഴെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അതാണ് രക്ഷയില്ല. ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ അത് ബീഫ് ഫ്രൈക്കുള്ള ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയുണ്ടോ. അപ്പോൾ അങ്ങനെ ബീഫ് ഫ്രൈ ആവാൻ തുടങ്ങാണ്. നമുക്കൊരു അരമണിക്കൂർ കഴിയുമ്പോഴും നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളത് കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ബീഫ് ഫ്രൈ ആണ്. അപ്പം നമ്മുടെ സ്വന്തം ഗോതമ്പ് പായസം മിക്സ് ഉപയോഗിച്ചുണ്ടാക്കിയ ഗോതമ്പ് പായസം തയ്യാറായിട്ടുണ്ട് കേട്ടോ. പൊതുവെ മധുരം കുറവുണ്ട്. പപ്പടം പായസം തയ്യാറാക്കി, പിന്നെ പഴവും പുഴുങ്ങി, പിന്നെ ചിക്കൻ റോസ്റ്റ്, ബിരിയാണി റൈസ് നമ്മൾ സെപ്പറേറ്റാണ് തയ്യാറാക്കിയത്, പിന്നെ ബീഫ് ഫ്രൈ തയ്യാറാക്കി, പിന്നെ ഒരല്പം കച്ചമ്പറും. ഇത്രയാണ് നമ്മൾ വാർഷികമായിട്ട് ഉണ്ടാക്കിയ സദ്യ വട്ടങ്ങൾ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി നമ്മളെല്ലാം വിളമ്പി വെച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു. ഒരുപാട് പേരൊന്നുമില്ല. ഞങ്ങളെല്ലാവരും വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നു. അളിയനും അമ്മയും അച്ഛനും പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിരിയുകയും ചെയ്തു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും